കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ വ്യാപകമായ നാശനഷ്ടം. പൂഞ്ഞാർ പയ്യാണിത്തോട്ടത്തിൽ ഉരുൾപൊട്ടി 2 പേർ മരിച്ചു. റജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. ജില്ലയിൽ 4 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് പുലർച്ചെ ഉറക്കമണിക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന വാർത്ത ഇത്തരത്തിലൊരു ദുരന്തത്തിന്റെ വാർത്തയായിരുന്നു. കോട്ടയത്തു നിന്നായിരുന്നു മാധ്യമ വാർത്ത വരുന്നത്. മഴക്കെടുതിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായെന്നും ഉരുൾപൊട്ടിയെന്നുമുണ്ടായ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ടായി. തുടർന്ന് പൂഞ്ഞാർ പയ്യാണിത്തോട്ടത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിലവിലെ സാഹചര്യം എന്താണ്? കോട്ടയത്തെ അവിടുത്തെ രക്ഷാപ്രവർത്തനമെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? നിലവിലെ സാഹചര്യം മിഥുൻ. അമല്, ഉരുൾപൊട്ടി 2 മരണം സംഭവിച്ച പയ്യാനിത്തോട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ തുടർച്ചയായി നിൽക്കുന്നു എന്നുള്ളതാണ്. മഴയ്ക്ക് ശമനമില്ല എന്നുള്ളതാണ് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുള്ളത്. കോട്ടയത്ത് 4 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. പയ്യനാട് ഒപ്പം തന്നെ ഈ കുട്ടിക്കൽ, മുണ്ടക്കയം മേഖലകളിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായിരുന്നത്. ഈ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്ന കിഴക്കൻ മേഖലകളിൽ, തീക്കോയി അടക്കമുള്ള മേഖലകളിൽ ഇന്ന് മുഴുവൻ സമയവും മഴ ഉണ്ടായിരുന്നു. മഴയ്ക്ക് ശമനമില്ല എന്നുള്ളത് ഈ രാത്രിയിലും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കോട്ടയത്ത് കാലാവസ്ഥ വിശേഷമായി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മേഖലകളിൽ നിന്നെല്ലാം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരമാവധി ആളുകളോട് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള കർശന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. എന്തായാലും കിഴക്കൻ മേഖലയിൽ മഴ തുടർന്നു. ഒപ്പം തന്നെ കോട്ടയത്തിന്റെ മറ്റു ഭാഗങ്ങൾ, മണിമലയാർ, മീനച്ചിലാർ കരകവിഞ്ഞ് പലയിടത്തും ഒഴുകുന്നുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പാല, ഈരാറ്റുപേട്ട നഗരങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായി എന്ന് തന്നെ പറയാം. പാല, കുരിശുപള്ളി, കൊട്ടാരമറ്റം, മുത്തോലി ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പാലായിൽ പലയിടങ്ങളിലും വീടുകൾ ഭാഗികമായും മുഴുവനായും വെള്ളത്തിനടിയിലായ സാഹചര്യമാണ്. ഈ ഭാഗങ്ങളിലെല്ലാം ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മീനച്ചിലാറിന്റെ കൈവഴിയോട് ചേർന്ന പ്രദേശത്താണ്. ഇവിടെ മീനച്ചിലാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. വീടുകളിലേക്കും മറ്റും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ കോട്ടയം ടൗണിനോട് ചേർന്നിരിക്കുന്ന പ്രദേശത്ത് കൂടി ഒഴുകുന്ന മീനച്ചിലാറിന്റെ കൈവഴി തീരത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ മഴ തുടരുന്ന സാഹചര്യമാണെങ്കിൽ ഈ മീനച്ചിലാർ കരകവിഞ്ഞ് ഈ കോട്ടയം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തട്ടാശ്ശേരി, താഴത്തങ്ങാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക്, വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് എങ്ങനെയാകും എന്നുള്ളത് ഇന്നത്തെ മഴയുടെ അവസ്ഥ വിലയിരുത്തിക്കൊണ്ടാകും. ഇന്ന് രാത്രിയിൽ മഴ തുടർച്ചയായി ഉണ്ടാവുകയാണെങ്കിൽ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇനിയും വെള്ളപ്പൊക്ക ഭീഷണി, വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. 2 മരണങ്ങൾ, അത് ഉരുൾപൊട്ടലിൽ 2 മരണങ്ങൾ. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലിൽ മകനും അമ്മയുമാണ് മരിച്ചത്. 18 വയസ്സുള്ള മകൻ ജോസഫിൻ, ഒപ്പം അമ്മ 46 വയസ്സുള്ള റജീന, 2 പേർ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഉരുൾപൊട്ടലിൽ, പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെടുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർന്ന് വീട് മണ്ണിനടിയിലേക്ക് പൂണ്ടുപോയി. തുടർന്ന് വ്യാപകമായ തിരച്ചിൽ രാവിലെ നടത്തിയതിനു ശേഷമാണ് 2 പേരുടെയും മൃതദേഹം കണ്ടെടുക്കാനായത്. ഒപ്പം വെള്ളക്കെട്ടിൽ വീണ് ഒരു മരണം കൂടി കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 11 വയസ്സുകാരനാണ്. 11 വയസ്സുള്ള മിലൻ എന്ന കുട്ടിയാണ് വെള്ളക്കെട്ടിൽ വീണ് വാകത്താനത്ത് മരണപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 3 മരണങ്ങൾ കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റു മേഖലകളിൽ, ഈ കിഴക്കൻ മേഖലകളാണ് കോട്ടയത്ത് ആശങ്ക ഉണവാക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി നിലനിൽക്കുന്നത്. ആ മേഖലകളിൽ നിന്ന് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സ്കൂളുകളും സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പുകളും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അമൽ, വ്യക്തമാണ്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. പൂഞ്ഞാർ പയ്യാണിത്തോട്ടത്തിലാണ് ഉരുൾപൊട്ടി 2 പേർ മരിച്ചത്. റജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. ജില്ലയിൽ 4 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. ഇന്ന് 3 പേർക്കാണ് ജില്ലയിൽ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.